ഗൈസ്, ഇന്ന് എൻ്റെ കയ്യിലുള്ളത് കുവൈത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് കിസ്സ എന്നുള്ള ബ്രാൻഡ്. കിസ്സ എന്ന് പറഞ്ഞാൽ കഥകൾ എന്നർത്ഥം. ഇവരുടെ പെർഫ്യൂം ഉപയോഗിച്ചാൽ പല പല കഥകൾ നമുക്ക് പറയാനുള്ള ആ ഒരു മൊമെന്റ് ഇവരുണ്ടാക്കി തരും. അതാണ് ഈ ബ്രാൻഡിന്റെ പ്രത്യേകത. ചിലത് ഇൻസ്പയർഡ് വരുന്നുണ്ട്, ചിലത് യൂണീക്ക് സ്മെല്ലാണ്. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് കുവൈത്തിലെ കിസ്സ എന്നുള്ള ബ്രാൻഡിന്റെ ഒരു 5 പ്രൊഡക്റ്റാണ്. ഞാൻ കുവൈത്തിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഓരോന്നായിട്ട് ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആയിരിക്കും. ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരും, യൂട്യൂബിൽ വരും. സ്റ്റേ ട്യൂൺ. ഓക്കെ, കൂടുതലായിട്ട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരാണ്ട് ഇതിലോട്ട് പോവാം, അൺബോക്സിങ്ങിലോട്ട് പോവാം. ഇത് കിസ്സന്റെ ഒരു ഗിഫ്റ്റ് സെറ്റ് ആണ്. ഇതിൽ അവരുടെ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള 3 പെർഫ്യൂം ഉണ്ട്. ടോപ്പ് സെല്ലിംഗ് പറഞ്ഞാൽ ഒരു വാലി സീരീസ്, ഇമ്പീരിയൽ വാലി, ലാലൂണ വാലി, ഹഡ്സൺ വാലി. ഓക്കെ, ആ ഒരു സീരീസ് ആണ് ഇതിൽ വരുന്നത്. ഇത് 50 ml ബോട്ടിലാണ്. 20 ml ബോട്ടിൽ വരുന്നുണ്ട്, അല്ല 200 ml ബോട്ടിലൊക്കെ വരുന്നുണ്ട്. ഞാനിത് 50 ml വാങ്ങാൻ കാരണം എൻ്റെ കയ്യിൽ ഈ ഗിസൻ്റെയും ഈ പറഞ്ഞ സാധനത്തിൻ്റെ ഒക്കെ ഇൻസ്പയർഡ് സാധനം ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 200 ml ആവശ്യമില്ല. അപ്പോൾ അത് ഒറിജിനലായിട്ട് എത്രത്തോളം സിമിലാരിറ്റി ഉണ്ട്, മാച്ചിങ് ഉണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഡീക്യാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്ലിറ്റ് ഓഫ് ഷായി എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അതിൻ്റെ ഡീക്യാൻ നമ്മൾ കൊടുക്കും. ഓക്കെ, നല്ല പ്രസൻറ്റേഷൻ ഉണ്ട്. അതിൻ്റെ പ്രസൻറ്റേഷൻ കണ്ടില്ല, ബ്യൂട്ടിഫുൾ പ്രസൻറ്റേഷൻ. ഇവിടെ ഒരു റിബൺ ഉണ്ട്. ഈ റിബൺ പിടിച്ച് പൊന്തിച്ചാൽ ഇത് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. കിസ്സ 50 ml ആണ്. ഇത് കിസ്സൻ്റെ ഹഡ്സൺ വാലി, അതുപോലെ ഗിസൻ്റെ ലാലൂണ വാലി, അതുപോലെ ഗിസൻ്റെ ഇമ്പീരിയൽ വാലി. ഇമ്പീരിയൽ വാലി അവരുടെ വൺ ഓഫ് ദ ടോപ്പ് സെല്ലിംഗ് സാധനമാണ്. ഇമ്പീരിയൽ വാലി ഇൻസ്പയർഡ് സാധനമല്ല, ഈ ബാക്കിയുള്ളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനം ഉണ്ട്. എൻ്റെ മോനെ, യോ ഇത് നോക്കി, ആ ഒരു ഒറ്റ പെർഫ്യൂം ഇടാനുള്ള ഒരു കിറ്റ്. ഷെടാ, പൊളി നൈസ് കൺസെപ്റ്റ് ഇട്ടാ, കണ്ടില്ല? ആ ചെറിയൊരു അങ്ങനത്തെ 3 ഇതിലുണ്ട്. എൻ്റെ മോനെ, പൊളി. പിന്നെ സ്റ്റിക്കറാണ് തോന്നുന്നുണ്ട് ഇതൊക്കെ. ഗിസൻ്റെ ഗിഫ്റ്റ് കാർഡ്. ഇത് ഗിഫ്റ്റ് കാർഡാണ്. ഗിസ ഗിഫ്റ്റ് കാർഡ്. ഇത് ഉപയോഗിച്ചാൽ ഇനി വേറെ ഇതിട്ട് പോയാൽ വേറെ പെർഫ്യൂം കിട്ടുമോ അതൊന്നും അറിയില്ല. ഇതിൻ്റെ ബാക്കിലൊന്നും വായിച്ചു നോക്കേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വിതൗട്ട് എനി ഡിലേ ഫസ്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗിസൻ്റെ ഇമ്പീരിയൽ വാലി ആയിട്ടാണ്. ഇമ്പീരിയൽ വാലി എൻ്റെ കറണ്ട് ഫേവറേറ്റ് സ്മെല്ലാണ്. ഫ്രഞ്ച് വിത്ത് അറബിക്കിൻ്റെ കോമ്പിനേഷൻ. ഊത്, ലെതർ, റോസ്, ഫ്രൂട്ടി, അടിപൊളി സ്മെല്ലാണ്. ബോക്സൊക്കെ ഇതാ ഈ രൂപത്തിലാണ് ഇതിൻ്റെ ബോക്സ്. ഒറിജിനൽ 200 ml ബോക്സ് വേറെ ലെവൽ പ്രസൻറ്റേഷൻ കേട്ടോ. ഇത് 50 ml ആണ്. 50 ml ആവശ്യമുള്ളൂ. ഒച്ചോടോ, കുഞ്ഞ് ബോട്ടിൽ നോക്ക് ഗൈസ്, കുഞ്ഞ് ബോട്ടിൽ കേട്ടാ. അയ്യോ, ഇത് എൻ്റെ അടുത്തുള്ള പെർഫ്യൂമിനേറ്റ് എത്രത്തോളം ഓൾമോസ്റ്റ് കയ്യിലുള്ളതൊക്കെ സ്മെല്ലിനോട് സെയിമാണ്. ചിലത് ഇതിനെ വെല്ലുന്ന സ്മെല്ലുണ്ട്, ക്വാളിറ്റി കൂടിയത്. സ്ട്രിപ്പ് എമ്മിൽ ഏതായാലും നമുക്ക് അടിച്ചു നോക്കാം. പക്ഷേ ഈ ആറ്റോമൈസറിൻ്റെ സാധനം മാത്രം ഇവർ വലുതായി കൊടുത്തിരുന്നു, ബാക്കിയുള്ളതൊക്കെ ചെറുത്. മിനി ബോട്ടിൽ. യെസ്, എൻ്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് എല്ലാതും 95% അല്ലെങ്കിൽ 99% മാച്ചിങ്ങുകളുണ്ട്. 90% മാച്ചിങ്ങുകളുണ്ട്, 50% മാച്ചിങ്ങുകളുണ്ട്. കാരണം ഇമ്പീരിയൽ വാലിൻ്റെ ഇൻസ്പയർഡ് സാധനം എൻ്റെ അടുത്ത് ഏകദേശം 28ഓളം ഇമ്പീരിയൽ വാലിൻ്റെ ഇൻസ്പയർഡ് സാധനം ഉണ്ട്. അതുകൊണ്ട് ഞാൻ മടുത്തു ഈ സാധനം ഉപയോഗിച്ചിട്ട്. ഡീക്യാൻഡ് വേണ്ടവർ സ്പ്ലിറ്റ് ഓഫ് ഷായിദിൽ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ ഡീക്യാൻഡ് ചിലപ്പോൾ കൊടുക്കുള്ളൂ, പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ വെല്ലുന്ന ഇൻസ്പയർഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ നോക്കട്ടെ, ഇത് 50 ml ഉള്ളൂ. അതാണ് സീന്. വേണമെങ്കിൽ ഒരു 25 ml ഒക്കെ കൊടുക്കാം, ബാക്കി യൂസ് ചെയ്യാൻ വേണം. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കൊടുക്കുള്ളൂ. 50 ml ഉള്ളൂ. ഡീക്യാൻഡ് കൊടുക്കാൻ മാത്രം. നോക്കട്ടെ. ദ സെക്കൻഡ് വൺ ഹഡ്സൺ വാലി.
ഹഡ്സൺ വാലി. ഓക്കെ, ഹഡ്സൺ വാലി യൂസ് ചെയ്തപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ സ്കാൻഡൽ ഉള്ളത്, സ്കാൻഡൽ, ആ 2 കാല് ഇങ്ങനെ നിൽക്കുന്ന പെർഫ്യൂം, അതിൻ്റെ ഒരു ഇൻസ്പയർഡ് സാധനത്തിൽ ചെറിയൊരു ഊതിൻ്റെ ട്വിസ്റ്റ് അല്ലെങ്കിൽ അറബിക് ട്വിസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഹഡ്സൺ വാലി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കൺഫർമേഷൻ ഞാൻ പറയുന്നില്ല, ഒന്നും കൂടി ഒറിജിനൽ സ്മെൽ ചെയ്ത് നോക്കട്ടെ എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബോട്ടൽ എൻ്റെ മോനെ, അപ്പോൾ ഇതിൻ്റെ 200 ml ബോട്ടിൽ എത്ര ലുക്ക് ഉണ്ടാവും ഇത് ഇങ്ങനെയാണെങ്കിൽ. യെസ്, സ്കാൻഡലിൻ്റെ ഇൻസ്പയർഡ് സാധനമാണ്. മാത്രമല്ല ട്വിസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ സൊളോറോൻ്റെ ഹലാ 24 ഹഡ്സൺ വാലിൻ്റെ ഇൻസ്പയർഡാണ്, അതല്ല സ്കാൻഡലിൻ്റെ ഇൻസ്പയർഡാണ്. യെസ്, സെയിം, മാറ്റമൊന്നുമില്ല. ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ, ഊതിൻ്റെ അല്ലെങ്കിൽ അറബിക്കിൻ്റെ ഇതിൽ ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള അറബിക് ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്കാൻഡൽ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, ട്വിസ്റ്റ് ഉണ്ട്. പക്ഷെ ഇമ്പീരിയൽ വാലി ഒന്നും ഇൻസ്പയർഡ് അല്ല. ഇമ്പീരിയൽ വാലി ഇവരുടെ ഓൺ ബ്ലെൻഡാണ്, ഓൺ ക്രിയേഷനാണ് ഇമ്പീരിയൽ വാലി. ദ തേർഡ് വൺ ലാ ലൂണ. ഞാൻ ഈ വീഡിയോയിൽ നോട്ട്സും കാര്യങ്ങളൊന്നും കൂടുതൽ ഞാൻ പറയും, ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ, ഒരു അവയർനെസ് എന്തൊക്കെയാണ് ഏതിൻ്റെയൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഒറിജിനലിലെ ക്വാളിറ്റി എപ്പോഴും ഒറിജിനൽ കേട്ടോ, ഒറിജിനൽ എപ്പോഴും. ബോട്ടിൽ നോക്കി ഗൈസ്, ലാ ലൂണ. ഇത് ഇൻസ്പയർഡ് ആവാൻ ചാൻസ് ഇല്ല, ഇത് അവരുടെ സ്മെൽസ് സോ ഗുഡ്. ഊതാണ് കേട്ടോ, ഇത് ലൈറ്റ് ആയിട്ടുള്ള ഊത് വിത്ത് അറബിക്കാണ്, കൂടുതൽ അടിക്കുന്നില്ല. ഒരു ആറ്റമൈസറിൽ നന്നായിട്ട് പുറത്തേക്ക് ഇരുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ അടിച്ച് ഞാൻ ഇതാക്കുന്നില്ല. ഇത് നല്ലൊരു ടൊബാക്കോ, ലൈറ്റ് ആയിട്ടുള്ള ടൊബാക്കോ, പച്ചോളി, ലെതർ, ഊത്, സ്വീറ്റ്നെസ്, ആരോമാറ്റിക്, ഒരു കാരമൽ, ആ ഒരു വൈബ. ഓ, ഇറ്റ്സ് റിയലി ഗുഡ്, റിയലി നൈസ്, ഒന്നും പറയാനില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു 3 കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരാനുള്ളത് പോളി ആയിട്ടാണ്. ഇതാണ് നെക്സ്റ്റ് ഗിസൻ്റെ അക്കോയ ആൻഡ് വൺ ആൻഡ് ഓൺലി. ഫസ്റ്റ് നമുക്ക് അക്കോയ എടുത്ത് നോക്കാം. അക്കോയ, ഇതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ മാരക പ്രസൻറ്റേഷൻ, ഒന്നും പറയാനില്ല. ജസ്റ്റ് ഇതാ ഈ രൂപത്തിലാണ് പ്രസൻറ്റേഷൻ. ഇത് ഞാൻ ദുബായിൽ നിന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയിരുന്നു, സ്ട്രിപ്പിന്മേലൊക്കെ അടിച്ചിരുന്നു. ഇപ്പോഴും സ്ട്രിപ്പ് സ്മെല്ലുണ്ട്. പേഴ്സിലാണ് വെച്ചിരുന്നത്. ക്യാഷൊക്കെ എന്താ സ്മെല്ല് എന്നറിയാം. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ ആദ്യം പേഴ്സ് എടുക്കുമ്പോൾ ഈ ക്യാഷ് മണത്ത് നോക്കും, അത്രയ്ക്കും സ്മെല്ലുണ്ട്. പക്ഷേ എൻ്റെ ഇത് 200 ml ബോട്ടിൽ കേട്ടോ. ഇതുപോലത്തെ ബോട്ടിലാണ് ഇമ്പീരിയൽ വാലിയും ലാലൂണിയും ഹഡ്സൺ വാലിയും ഒക്കെ വരുന്നത്. 200 ml ആണ്. ഞാൻ കുവൈത്തിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. 22 CAD വരുന്നത്. ഇത് മൊത്തം വാങ്ങിച്ചപ്പോൾ നാട്ടിൽ ഏകദേശം 20,000 വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ. പാഷൻ ഫ്രൂട്ട് വിത്ത് ഊത്. എൻ്റെ മോനെ, അറ്റമൈസർ ഞാൻ കൂടുതലടിച്ച് സ്പോയിൽ ചെയ്യുന്നില്ല, കാരണം ഇറ്റ്സ് പ്രീഷ്യസ്. സ്ട്രോങ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട്, ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രോബെറി ടൈപ്പ് ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മിഠായിൻ്റെ ഒക്കെ ടൈപ്പ് സ്മെല്ല് വരുന്നുണ്ട്. അതിൽ നല്ലൊരു ഊത്. പക്ഷെ എൻ്റെ മോനെ, പൊളി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആൻഡ് ഓൺലി. ഇത് ലേഡീസ് ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ ലേഡീസ് ഫ്രാഗ്രൻസ് ആണെങ്കിൽ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ബിക്കോസ് ഓഫ് പാഷൻ ഫ്രൂട്ട്. ഇതിൽ പാഷൻ ഫ്രൂട്ട് വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഓപ്പണിങ്? കണ്ടില്ല, സെയിം ബോട്ടിലാണ്, സെയിം ബോട്ടിൽ. എന്താ പ്രസൻറ്റേഷൻ എന്നറിയോ ഗൈസ്? ഇതാണ് സിഗ്നേച്ചർ കളക്ഷൻ, അവരുടെ സിഗ്നേച്ചർ കളക്ഷൻ ആണ് അതൊക്കെ. പക്ഷെ എൻ്റെ മോനെ, ബോട്ടിലുണ്ടോ നിങ്ങൾ കണ്ടില്ലേ? ശരിടാ, ഞാൻ പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ ഇൻസ്പയർഡ് സാധനം എൻ്റെ അടുത്തുണ്ട് കേട്ടോ. 100%
മാച്ചിങ് ആയിട്ടുള്ള ഇൻസ്പയർഡ്, ലൈറ്റ് ആയിട്ടുള്ള വ്യത്യാസം ഇല്ല, 100 ഒരു 95 95 കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇതിലേറെ സെറ്റപ്പ് ആയിട്ടുള്ള ഇൻസ്പയർഡ് സാധനമൊക്കെ മറ്റേ വേൾഡ് ഗോൾഡൻ പെർഫ്യൂമിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഹബ്ബത്തുല്ലൂന്ന് നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ല് വരുന്നത് പാഷൻ ഫ്രൂട്ട്, ബെർഗമോട്ട്, വനില, കാരമൽ, മസ്കി, ലൈറ്റ് ആയിട്ടുള്ള വുഡി ഊത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഇത്. അറബിക്കോ ഊതൊന്നുമല്ല, കംപ്ലീറ്റ് യൂണിസെക്സ് ഫ്രൂട്ടി വൈബാണ് വിത്ത് പാഷൻ ഫ്രൂട്ട്. ഇത് രണ്ടും പാഷൻ ഫ്രൂട്ടിൻ്റെ മിക്സിംഗ് ഉണ്ട്. പക്ഷേ ഇത് രണ്ടും രാപ്പകൽ, പാഷൻ ഫ്രൂട്ട് ഉണ്ടെന്ന് കരുതി നിങ്ങൾ സെയിം സ്മെല്ലെന്ന് വിചാരിക്കരുത്, രാപ്പകൽ വ്യത്യാസമുണ്ട്. ദിസ് ഇസ് ഫോർ ലേഡീസ്, ദിസ് ഇസ് ഫോർ മെൻ. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് വേഗം സബ് ചെയ്യുക, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്, ബൈ ബൈ.